ശരി, നിയമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത് മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 11-ാം തീയതി അന്ന് അതിന്റെ ചർച്ച വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഒരു വിഭാഗത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല, പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ്. പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഫലവത്താവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിയമപരമായിട്ടുള്ള ചില എന്തോ എല്ലാ പാർട്ടികളും ഈ മേഖലയിൽ സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് നമ്മുടെ ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അവരാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അവര് വളരെയേറെ തവണ മുഖ്യമന്ത്രിയുമായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടും ഒക്കെ സംസാരിച്ച് ഈ മേഖലയിൽ അനുകൂലമായ നടപടി ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചു. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പല ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സുപ്രീം കോടതിന്റെ ഒരു തീരുമാനം, ഒരു ഓർഡർ അനുസരിച്ചാണ് ഇപ്പോൾ NSSന് അനുകൂലമായ തീരുമാനമെടുത്തു. അതേ സമാനമായ വളരെയധികം മാനേജ്മെന്റ് ഉണ്ട്. ക്രൈസ്തവ സഭയുടെ മാനേജ്മെന്റ് മാത്രം പല മാനേജ്മെന്റ് ഉണ്ട്. അവർക്കും ഇത് ബാധകമാണ് എന്നുള്ള ഒരു ആർഗ്യുമെന്റാണ് ഇപ്പോൾ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതെക്കാലം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇന്ന് യോഗം ഉദ്യോഗസ്ഥലത്തിൽ വെച്ച് കൂട്ടുകയും ഇന്ന് അനുകൂലമായ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരുമ്പോൾ ഇത് കൊടുക്കണം എന്ന് വാദിച്ച് ഇത് കൊടുക്കുവാനുള്ള തീരുമാനം ഇപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് വളരെയധികം സ്വാഗതം ചെയ്യുന്നു. ഇത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കഴിയും.